Hi! പൊതുവെ എല്ലാ സ്റ്റുഡൻസും IELTS സ്പീക്കിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് പറയാറുള്ളത്. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ചില കോമൺ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ബാൻഡ് സ്കോർ തന്നെ നിങ്ങൾക്ക് IELTS സ്പീക്കിംഗിൽ ഗെയിൻ ചെയ്യാൻ പറ്റും. So, let's look at the most common mistakes students make in IELTS speaking and what to do instead. I will go through this one by one so you can see if you are making the same mistakes. Starting with the first mistake, writing and reading aloud your answers. ഒരുപാട് സ്റ്റുഡൻസ് ഒരു ടോപ്പിക് എടുത്ത് അതിൻ്റെ ആൻസേഴ്സ് എഴുതി വായിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഡോണ്ട് ഡു ദിസ് ബിക്കോസ് യു വോണ്ട് ബി ഏബിൾ ടു ഡു ദിസ് ഇൻ ദി ടെസ്റ്റ്. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് ഒരിക്കലും സർ ഞാൻ ഈ ഒരു ആൻസർ ഒന്ന് എഴുതിയിട്ട് വായിക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഹിയർ യു ഹാവ് ടു റെസ്പോണ്ട് ക്വിക്ക്ലി. ഇങ്ങനെ റൈറ്റിംഗ് ആൻഡ് ദെൻ റീഡിംഗ് എന്ന ഒരു സിസ്റ്റത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പറയാൻ കിട്ടില്ല. You need to learn speaking by speaking, not by reading aloud. നിങ്ങൾ നല്ലൊരു ഇംഗ്ലീഷ് സ്പീക്കർ ആവുന്നത് only by practicing more speaking. Also, നിങ്ങളിപ്പോൾ വായിച്ച് പറയുമ്പോഴും ഒരു unnatural ആയി പോകും നിങ്ങളുടെ ആൻസർ. So, don't write out your answers. Just practice speaking up your answers from up here. Next one is going off topic. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് ആൻസർ ചെയ്യും. അതുപോലെ തന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആൻസർ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയി സംസാരിക്കും. ഇൻ ഫാക്ട്, ഇഫ് യുവർ ആൻസർ ഫെയിൽസ് ടു അഡ്രസ് എ ക്വസ്റ്റ്യൻ, യു കുഡ് ഗെറ്റ് മാർക്സ് ഡിഡക്റ്റഡ് ഫോർ കൊഹറൻസ്. ബിഫോർ യു റെസ്പോണ്ട്, ടേക്ക് എ മൊമെന്റ് ടു ആസ്ക് യുവർ സെൽഫ് ഇഫ് യു ആർ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ എക്സാമിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക ആൻസർ ചെയ്യുന്നതിന് മുന്നേ. മെമ്മറൈസിങ് ആൻസേഴ്സ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സും സ്റ്റുഡൻസും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്പർ ഓഫ് ടോപ്പിക്സ് ആൻഡ് ആൻസേഴ്സ് വന്നിട്ട് ഇതെല്ലാം ആയിരിക്കും സ്പീക്കിങ്ങിന് ചോദിക്കുന്നത്, ഇതെല്ലാം കാണാതെ പഠിച്ചോളൂ എന്ന് പറയും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോൾ ഇഫ് യു ഫോർഗെറ്റ് എ വേർഡ് ഇൻ യുവർ ആൻസർ ഓർ നിങ്ങൾ കാണാതെ പഠിച്ചതല്ലാതെ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിലും യു കാൺറ്റ് സ്പീക്ക്. യു നോ, എക്സ്പീരിയൻസ്ഡ് ആൻഡ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സാമിനേഴ്സ് ആണ് വരുന്നത്. സോ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് എ നാച്ചുറൽ ഓർ എ മെമ്മറൈസ്ഡ് വൺ. ആൻഡ് നിങ്ങളുടെ മാർക്ക് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. സോ ആൻസേഴ്സ് മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഫ്രേസസ്, ഇഡിയംസ്, ലിങ്കിങ് വേർഡ്സ്, കൊളോക്കേഷൻസ് ഇതെല്ലാം മെമ്മറൈസ് ചെയ്യുക. കൂടെ ഇത് ഉപയോഗിച്ച് ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് ഗിവ്സ് യു ദ ഫ്ലെക്സിബിലിറ്റി യു നീഡ് ടു സക്സീഡ് ഇൻ IELTS സ്പീക്കിംഗ്. ലെറ്റ്സ് മൂവ് ഓൺ. ഗിവിംഗ് yes or no ആൻസേഴ്സ് വിത്തൗട്ട് ഗുഡ് എലാബറേഷൻ. നിങ്ങളോടൊരു yes or no ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒരു യെസ് അല്ലെങ്കിൽ നോ അല്ല അവിടെ പറയേണ്ടത്. Because you wouldn't get to showcase your fluency and ability. Depending on the segment of your test, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാകും about the length of speaking. Typically, part 1 ക്വസ്റ്റ്യൻസിന് 2 to 3 സെൻറ്റൻസും part 3 അതായത് അവിടെ ഒരു ഡിസ്കഷൻ ബിറ്റ്വീൻ യു ആൻഡ് ദി എക്സാമിനർ, സോ ഒരു 4 and more സെൻറ്റൻസും യൂസ് ചെയ്യാം ഡിപ്പെൻഡിങ് ഓൺ ദി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇസ് യൂസിങ് ഫോർമൽ ഇംഗ്ലീഷ്. പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് IELTS എക്സാം ഒരു അക്കാഡമിക് ടെസ്റ്റ് ആയതുകൊണ്ട് speaking test formal ആയിരിക്കണമെന്ന്. Actually it is wrong. The IELTS speaking test is supposed to represent a normal conversation between two people and overly formal language അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. Similarly, you can't use slang or anything too informal, just plain spoken English. So you need to be practicing your natural conversational English. നിങ്ങളിപ്പോൾ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ്, നോവൽസ്, അക്കാഡമിക് ജേർണൽസ് ഒക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റീഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. സ്പീക്കിംഗ് ബെറ്റർ ആണെങ്കിൽ യു ഷുഡ് ലിസൺ. വാച്ചിങ് TV ഷോസ്, ഫിലിംസ് ആൻഡ് ചാറ്റ് പ്രോഗ്രാംസ് ഇതെല്ലാം കാണുന്നത് കൺവെർസേഷണൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആകാൻ ഹെൽപ്പ് ചെയ്യും. സോ മേക്ക് ഷുവർ യു ആർ ലേണിംഗ് നാച്ചുറൽ സ്പോക്കൺ ഇംഗ്ലീഷ്. നെക്സ്റ്റ് ഇസ് ലേണിംഗ് ലിസ്റ്റ് ഓഫ് വൊക്കാബുലറി. ഇഫ് യു ആർ ഡൂയിങ് ലൈക്ക് A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ലിസ്റ്റ് ചെയ്യുന്നു, B വെച്ച് വരുന്നത് വേറെ ഒരു ലിസ്റ്റ് ആക്കുന്നു, ആ ഒരു ലിസ്റ്റ് അങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നു. പക്ഷെ ആ വേർഡ്സ് ഏത് കോണ്ടെക്സ്റ്റിൽ വരുന്നു എന്നൊന്നും നിങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ ആ വേർഡ്സ് എവിടെയാണ് കണക്ട് ചെയ്യുന്നതെന്നും നിങ്ങൾക്കറിയില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റിമെമ്പർ ആൻഡ് യൂസ് ദം ഇൻ യുവർ ആൻസേഴ്സ്. സോ എ മച്ച് ബെറ്റർ ഐഡിയ ഇസ് ടു ലേൺ വൊക്കാബുലറി ബൈ ടോപ്പിക്. സിമിലർലി ഒരു വേർഡ് തന്നെ ഒരുപാട് തവണ യൂസ് ചെയ്യുമ്പോൾ എക്സാമിനറിന് തോന്നും ഒരു ലിമിറ്റഡ് വൊക്കാബുലറി ഉള്ളൂ നിങ്ങൾക്കത്. അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്കിലെ വേർഡ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ സിനോണിംസ് കൂടി പ്രാക്ടീസ് ചെയ്യുക. So that you can describe the same things or situations in different ways and your communication becomes more creative. Let's move on. No effort, no result. പൊതുവെ എല്ലാവർക്കും ഒരു തോട്ട് ഉണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന്. പലരും പറയും it is very hard, you will never really succeed unless you spend hours and hours working really hard.
Actually, it's rubbish. English is not that hard. It's possible to learn to speak in English fluently. If you have some time to invest, it can be enjoyable. And now, നിങ്ങളുടെ IELTS സ്പീക്കിംഗ് ടെസ്റ്റിന് 7+ ബാൻഡ് സ്കോർ കിട്ടുന്നതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 4 സ്ട്രാറ്റജീസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് വൺ ഇസ് മേക്ക് ആൻ എഫേർട്ട്. നിങ്ങൾ IELTS സ്പീക്കിങ്ങിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടേക്ക് വൺ ക്വസ്റ്റ്യൻ ആൻഡ് ട്രൈ ടു ഗിവ് ആൻ ആൻസർ ലൈക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ഒരു ആൻസർ. ഓൾസോ നിങ്ങൾ അതൊന്ന് റെക്കോർഡ് ചെയ്ത് സ്വയം ഒന്ന് കേട്ട് നോക്കാം. യു വിൽ സീ വാട്ട് യു ക്യാൻ സേ ആൻഡ് വാട്ട് യു കാൺട്ട് സേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലുവൻസി ഉണ്ടാവില്ല, ലാക്ക് ഓഫ് വൊക്കാബുലറി, ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഒക്കെ ഉണ്ടാവും. സോ ദിസ് ഇസ് ഹെൽപ്പ് യു നോ വേർ യു ആർ. ആൻഡ് വരുന്ന മിസ്റ്റേക്സ് തിരുത്തി ഓരോ തവണയും ഒന്നുകൂടി ബെറ്റർ ആക്കുകയും ചെയ്യുമ്പോൾ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ബ്രിങ് ടു ലൈറ്റ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും ഒരു നേറ്റീവ് സ്പീക്കറെ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്ന് എപ്പോഴും ലിസൺ ചെയ്യുക. And you are going to be listening and bringing to light your natural conversational English. അതിൽ അവർ പറയുന്ന ഫ്രേസസ്, വൊക്കാബുലറി എവിടെ യൂസ് ചെയ്യണമെന്ന് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഇസ് എക്സിക്യൂഷൻ. ഇവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എക്സിക്യൂട്ട് ആണ് ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾ ലിസൺ ചെയ്ത ഫ്രേസസ്, ഇഡിയംസ്, കൊളോക്കേഷൻസ് എല്ലാം യൂസ് ചെയ്ത് പ്രാക്ടീസ് ആൻഡ് റെക്കോർഡ് യുവർ ആൻസർ അഗെയിൻ. സോ നിങ്ങൾക്കൊരു ബെറ്റർ ആൻസർ ഡെലിവർ ചെയ്യാനും ഒരു ഹൈ ബാൻഡ് സ്കോറിലേക്ക് എത്താനും പറ്റും. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് പ്രാക്ടീസ് ആൻഡ് അനലൈസ് യുവർ വീക്ക്നെസ്സസ്. ഇത് ആരും അങ്ങനെ ചെയ്യാറില്ല. ഓൾവേസ് യു പ്രാക്ടീസ് ഗിവിംഗ് ഡിഫറെൻറ്റ് ആൻസേഴ്സ് ടു ദാറ്റ് സെയിം ക്വസ്റ്റ്യൻ. ഒരുപാട് സ്റ്റുഡൻസിന് ഒരു മെമ്മറൈസ്ഡ് ആൻസേഴ്സ് ഉണ്ടാകും. അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ദേ ഗെറ്റ് നെർവസ്. ദ സീക്രട്ട് ഇസ് ടു പ്രാക്ടീസ് ലോട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ആൻസേഴ്സ് ബിക്കോസ് ദാറ്റ് സ്ട്രെങ്തൻസ് യുവർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കോൺഫിഡൻസ് ആൻഡ് ഇറ്റ് മേക്സ് യു സൗണ്ട് നാച്ചുറൽ. ആൻഡ് നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ അത് കണ്ടുപിടിച്ച് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ആൻഡ് ഈ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഹൈ ബാൻഡ് സ്കോറിലേക്ക് എത്താൻ പറ്റും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ക്ലിയർസ് സം മിസ്റ്റേക്സ് ആൻഡ് സം തിങ്സ് യു ക്യാൻ ഡു ടു ചേഞ്ച്. നൗ യു ക്യാൻ ഗോ ആൻഡ് സക്സീഡ്. താങ്ക് യു.